ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയുടെ വീഡിയോ ഇട്ടിരുന്നു. പാരണാസമയം ഇട്ടില്ല. നാളെ പാരണാസമയം ഇടാം. എല്ലാ സ്ഥലങ്ങളിലെയും പാരണാസമയം നാളെ വീഡിയോ ഇടാം. എല്ലാവരും അത് കണ്ടാൽ മതി. അപ്പോൾ ആ കൃത്യസമയത്ത് പാരണ വീടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏകാദശിയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ചിലരൊക്കെ ചോദിച്ചിരുന്നു. അതും ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാവരും എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കണം, നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഭഗവാന്റെ കഥകൾ കേൾക്കണം, പറഞ്ഞു കൊടുക്കണം, പ്രചരിപ്പിക്കണം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം മഹാഭാഗവതത്തിലെ ഭഗവാൻ മധുരയിലേക്ക് പോകാൻ തയ്യാറാകുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഭഗവാൻ മധുരയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. നമുക്ക് ഇനി ആ ഭാഗത്തിലേക്ക് കടക്കാം. അവസാനം വരെ ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ക്ഷമയോടുകൂടിയും ഇരുന്ന് കേൾക്കണം, പ്രാർത്ഥിക്കണം. നേരം പ്രഭാതത്തിന് മുമ്പ് തന്നെ തങ്ങളുടെ ആത്മാവിൻ്റെ ആത്മാവായ കൃഷ്ണനെയും ജ്യേഷ്ഠനായ രാമനെയും മധുരാപുരിക്ക് കൊണ്ടുപോകാനായി അക്രൂരൻ എന്ന ഒരു ക്രൂരൻ വന്നിരിക്കുന്ന വിവരം ഗോപവനിതകളുടെ ഇടയിൽ പരന്നു. തങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവൻ പറന്നു പോകാൻ പിടയ്ക്കുന്നതു പോലെയുള്ള വേദനയോടുകൂടി അവർ ഓരോരുത്തരും കണ്ണുനീർ വാർത്ത് കരഞ്ഞു. ഞങ്ങളുടെ മനസ്സിൽ ആനന്ദം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആ കണ്ണൻ എന്നേക്കുമായി മറയാൻ പോവുകയാണോ? വീണ്ടും അത് ഉദയം ചെയ്യുമോ? കണ്ണ, കൃഷ്ണ, ആ കാർമേഘം പറന്നുപോയാൽ ഈ പക്ഷികളെ അനുഗ്രഹിക്കുവാൻ വീണ്ടും ഭഗവാൻ വരുമോ? കൃഷ്ണ, ഞങ്ങൾ ഈ വിരഹവേദന എങ്ങനെ സഹിക്കും? ഞങ്ങളെ അന്ധകാരത്തിൽ ആഴ്ത്തിക്കൊണ്ട് വൃന്ദാവനത്തിൻ്റെ മണിവിളക്കായ നീ അണയാൻ പോവുകയാണോ? ആനന്ദത്താൽ ഞങ്ങളെ ആറാടിപ്പിച്ചു കൊണ്ടിരുന്ന നിന്റെ ഓടക്കുഴൽ നാദം ഞങ്ങൾക്കിനി കേൾക്കാൻ സാധിക്കുമോ? കൃഷ്ണ, ആ മുരളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തകരുകയാണ്. ആ വേണുഗാനത്തിൽ കൂടി നീ ഞങ്ങൾക്ക് ഭക്തിയും സുഖവും ഒപ്പം ഞങ്ങളെ മോക്ഷത്തിലേക്കും ഉയർത്തിക്കഴിഞ്ഞു. ഇനിയും ആ ഭക്തിയോടുകൂടിയ സുഖം നൽകുവാനായി ഓടക്കുഴലോടുകൂടി നീ വരുമോ കൃഷ്ണ? ഞങ്ങളെ വെടിയും മുമ്പ് തന്നെ നീ ആ പ്രിയപ്പെട്ട ഓടക്കുഴലും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണ, അതിപ്പോൾ എവിടെയാണ്? നിന്നെ ലാളിച്ചു വളർത്തിയ ഈ ഗോപികൾക്ക് വേണ്ടി നീ വൃന്ദാവനത്തിൽ വേണുഗാനമുതിർക്കുവാൻ ഇനിയും വരുമോ കൃഷ്ണ? ഈ ഗോപികളുടെ പുഞ്ചിരി കണ്ടില്ലെങ്കിൽ ആ വേണുഗാനം നിന്റെ ചുണ്ടിൽ മുഴങ്ങുമോ കൃഷ്ണ? നീ ഞങ്ങളുടെ സർവസ്വവുമായിരുന്നു. നീ ഞങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ നീ വിട്ടുപിരിയാൻ തുടങ്ങുകയാണോ കൃഷ്ണ? മധുരാപുരി രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് നിന്നെ കൊണ്ടുപോകാനായി ക്രൂരനായ അക്രൂരൻ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അതിനെ ചെറുത്തു നിൽക്കുവാൻ കേവലം ഒരു ബാലനായ നിനക്ക് കഴിയില്ല. അതും ഞങ്ങൾക്കറിയാം. ആയതിനാൽ നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിക്കുക എന്നുള്ളതല്ലാതെ നിന്നെ ഒരു വിധത്തിലും കുറ്റപ്പെടുത്തുകയില്ല. നിന്റെ മന്ദഹാസങ്ങളും പൂന്തിങ്കൾ വദനവും ചെന്താമരക്കണ്ണും മഞ്ജുഭാഷിതങ്ങളോടു കൂടിയ കേളീ വിലാസങ്ങളും ശ്യാമള കോമള കളേബരവും കാണാതെ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഈ വിധം ആ രചനയിൽ ഗോപസ്ത്രീകൾ പലതും പുലമ്പിയും വിചാരിച്ചും നിദ്രയില്ലാതെ കഴിഞ്ഞുകൂടി. അങ്ങനെ അസ്വസ്ഥമായി കഴിയുന്നതിനിടയിൽ നേരം പ്രഭാതമായി. കിഴക്ക് അരുണോദയം കണ്ടു തുടങ്ങി. രാമകൃഷ്ണന്മാർ ആരോടും ഒരു യാത്രാവാക്യം പോലും ഉരിയാടാതെ അക്രൂരനും ഒരുമിച്ച് രഥത്തിൽ വന്നു കയറി. നന്ദഗോപരും മറ്റു ഗോപന്മാരും
മധുരാപുരി രാജാവിന് കാഴ്ചവെക്കാനായി പാല്, തൈര്, നെയ്യ് മുതലായ ദ്രവ്യങ്ങളുമായി അവരവരുടെ ചാടുകളിൽ ഇരുന്നു. അവരുടെ യാത്രാസമയത്ത് യശോദ വന്ന് കൃഷ്ണനെയും രാമനെയും ചുംബിച്ച് അനുഗ്രഹിച്ചു. കുട്ടികളെ പ്രത്യേകം നോക്കിക്കൊള്ളണം എന്ന് അക്രൂരനോടായി ഒരു യാത്രോപചാരവും പറഞ്ഞു. ആ സമയം ഗോപസ്ത്രീകളും ഗോപാല ബാലന്മാരും എല്ലാവരും വാടിയ മുഖങ്ങളോടും നിറഞ്ഞ കണ്ണുകളോടും കൂടി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ അവരെ കണ്ട ഭാവം പോലും വയ്ക്കാതെയാണ് രഥത്തിൽ കയറി ഇരുന്നത്. നമ്മെയെല്ലാം വിട്ടുപിരിഞ്ഞു പോകുന്നതിന് കണ്ണന് വളരെ സന്തോഷമാണ്. ഒരു വാക്കുപോലും നമ്മളോട് മിണ്ടുന്നില്ലല്ലോ, സ്നേഹത്തോടെ നമ്മെ ഒന്ന് നോക്കുന്നത് പോലുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് ആ ഗോപസ്ത്രീകൾ സങ്കടപ്പെടുന്നതിനിടയിൽ അക്രൂരൻ തൻ്റെ രഥം സാവധാനം മുമ്പോട്ട് നീക്കി. അങ്ങനെ രഥം മുമ്പോട്ട് നീങ്ങിത്തുടങ്ങി. പുറകെ ഗോപന്മാരുടെ വണ്ടികളും നീങ്ങി. കണ്ണൻ്റെ തേർചക്രങ്ങൾ ഉരുണ്ടകലുന്നത് കണ്ണെത്തുന്നതുവരെ നോക്കി നിന്ന് കണ്ടതിനു ശേഷം കണ്ണുനീർ വാർത്തുകൊണ്ട് നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ട് ആ ഗോപസ്ത്രീകൾ ജീവനില്ലാതെ ചലിക്കുന്ന പ്രതിമകളെ പോലെ അവിടെ നിന്നും സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. രഥം വനസ്ഥലം കടന്ന് കാളിന്തി തടത്തിലെത്തിയപ്പോൾ അത് നിർത്തി രാമകൃഷ്ണന്മാർ നദിയിലിറങ്ങി ദേഹശുദ്ധി വരുത്തി ജലപാനവും ചെയ്ത് തിരിച്ച് തേരിൽ വന്നിരുന്നു. അപ്പോൾ അക്രൂരനും രഥം ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ നിർത്തിയിട്ട് ശരീരശുദ്ധി വരുത്തുവാനായി കാളിന്തിയിൽ വന്നിറങ്ങി ജലത്തിൽ മുങ്ങി. അപ്പോൾ ആ ജലാന്തർഭാഗത്ത് രാമകൃഷ്ണന്മാർ നിൽക്കുന്നതായി കണ്ട് പരിഭ്രമിച്ച് അക്രൂരൻ വെള്ളത്തിൽ നിന്നും പൊങ്ങി രഥത്തിലേക്ക് നോക്കി. രാമകൃഷ്ണന്മാർ ആ തേരിൽ തന്നെ ഇരിക്കുന്നു. മഹാത്ഭുതം! വീണ്ടും ആ ഭക്തൻ ജലത്തിൽ മുങ്ങി. അപ്പോൾ കൃഷ്ണൻ മാത്രമായി ജലത്തിൽ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു. നിമിഷ നേരം കൊണ്ട് ആ ദൃശ്യം മാഞ്ഞു. തൽസ്ഥാനത്ത് വിരാട് പുരുഷനായ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ വിശ്വരൂപം പ്രത്യക്ഷപ്പെട്ടു. 1000 ഭണങ്ങളുള്ള അനന്ത തൽപ്പത്തിൽ ഭഗവാൻ പള്ളികൊള്ളുന്നതും ബ്രഹ്മാമഹേശ്വരന്മാർ ആ വിഗ്രഹത്തിൽ വന്ന് വിലയം പ്രാപിച്ച് ഒന്നായി തീരുന്നതും പിന്നെ 3ആയി പിരിയുന്നതും ലക്ഷ്മീദേവിയും ഭൂദേവിയും അനന്ത പര്യങ്കത്തിൽ ഭഗവത് പാദങ്ങളെ തടവിക്കൊണ്ട് ഇരിക്കുന്നതും ശംഖുചക്ര ഗദാ പത്മങ്ങളും രത്ന കിരീടാദി ദിവ്യാഭരണങ്ങളും അണിഞ്ഞ മേചക കാന്തി കലർന്ന കമനീയമായ കായത്തെ സനകനാരദാദികൾ വന്നു വണങ്ങുന്നതും എല്ലാം കണ്ട് ഭക്തി വിവശനായി അക്രൂരൻ കണ്ണടച്ചു തുറന്നപ്പോൾ തൽസ്ഥാനത്ത് വീണ്ടും രാമകൃഷ്ണന്മാർ വന്നു നിൽക്കുന്നു. അക്രൂരൻ മുങ്ങി നിവർന്നെഴുന്നേറ്റ് സാവധാനം കരയ്ക്കു കയറി രോമാഞ്ചമണിഞ്ഞ് ഭക്തിയിൽ മുഴുകി പരിഭ്രമത്തോടെ രഥത്തിൽ വന്നിരുന്നു. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, തണുപ്പുള്ള വെള്ളത്തിൽ കുളിച്ചിട്ട് എന്താണിങ്ങനെ കുത്തി കുത്തി വിയർക്കുന്നത്? അതിനിടയിൽ കോൾമയിർ കൊള്ളുകയും ചെയ്യുന്നു. എന്താണിതിനു കാരണം? അതും വിയർപ്പും തണുപ്പും ഒരേ സമയത്ത്. എല്ലാം അറിയുന്ന സർവശക്തനായ ഭഗവാനാണ് പുഞ്ചിരിച്ചുകൊണ്ട് അക്രൂരനോട് ഇങ്ങനെ ചോദിക്കുന്നത്. ആ ഭക്തൻ കൈകൾ കൂപ്പിക്കൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു, നിന്തിരുവടിയുടെ ലീലാവിലാസങ്ങൾ വെള്ളത്തിൽ കണ്ട് ഞാൻ പരിഭ്രാന്തനായിപ്പോയി. അതിൻ്റെ വിഷമങ്ങളാണ് ഈ ശരീരത്തിൽ കാണുന്നത്. മറ്റൊന്നുമല്ല, ഉഷ്ണവും പുകച്ചിലും കുളിരും തണുപ്പും ഒരേ സമയത്ത്. ഇത് കേട്ട് ആ ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം നോക്കി ഒന്ന് മന്ദഹസിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ രഥം മധുരാപുരിയുടെ പുരോഭാഗത്ത് ഉദ്യാനത്തിൽ എത്തിച്ചേർന്നു.
അക്രൂരൻ്റെ തേര് കാളിന്തി തീരത്ത് കുറേ നേരം താമസിച്ചു പോയതുകൊണ്ട് ഗോപന്മാരുടെ വണ്ടികൾ നേരത്തെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. പിതാവിനെ വന്ദിച്ചതിനു ശേഷം പീതാംബരൻ അക്രൂരനോട് ഇങ്ങനെ പറഞ്ഞു: മാതുല, വേഗം തന്നെ പോയി ഞങ്ങളുടെ ആഗമനം കംസമാതുലനെ അറിയിക്കുക. അപ്പോൾ അക്രൂരൻ ഇപ്രകാരം ഭഗവാനോട് ഉണർത്തിച്ചു: കൃഷ്ണ ഭഗവാനെ, ഇന്നത്തെ രാത്രി എൻ്റെ ഗൃഹത്തിൽ താമസിക്കുവാൻ അങ്ങേക്ക് ദയവുണ്ടാകണം. ആ പാവന പാദരേണുക്കളാൽ ആ ഗൃഹം സംശുദ്ധമായി തീരട്ടെ. അത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു: വേണ്ട, ഉച്ച തിരിഞ്ഞതേയുള്ളൂ. കംസ കാര്യാർത്ഥമായി വന്ന സ്ഥിതിക്ക് കംസനെ കാണാതെ മറ്റൊരു ഗൃഹത്തിലേക്ക് പോകുന്നത് ശരിയല്ല. അതുമൂലം അങ്ങയെക്കുറിച്ചും കംസന് തെറ്റിദ്ധാരണ ഉണ്ടാകാം. കൃഷ്ണൻ അരുളിയത് ശരിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി അക്രൂരൻ കംസ സന്നിധിയിൽ ചെന്ന് ചെന്താമരാക്ഷൻ്റെ ആഗമന വിശേഷം അറിയിച്ചു. അതിനുശേഷം സ്വവസതിയിലേക്ക് അദ്ദേഹം പോയി. വൈകുന്നേരമായപ്പോൾ രാമകൃഷ്ണന്മാർ നന്ദഗോപരുടെ കൂടെ വന്ന ഏതാനും ഗോപന്മാരും ഒരുമിച്ച് മനോഹരമായ മധുരാപുരിയുടെ വിശേഷങ്ങൾ കാണുവാനായി ചുറ്റി നടന്നു. നേരത്തെ തന്നെ കേട്ടിട്ടുള്ള കാമകോമളന്മാരായ രാമകൃഷ്ണന്മാർ നഗരത്തിൽ വന്നിട്ടുള്ള വിവരമറിഞ്ഞ് മധുരാപുരിയിലെ മധുവാണികൾ മട്ടുപ്പാവുകളിൽ കയറി നിന്നുകൊണ്ട് അവരുടെ സൗന്ദര്യം ആസ്വദിച്ചു. സന്തോഷം കൊണ്ട് അവരുടെ മൗലികളിൽ ആ കാമിനീമണികൾ പൂമാല്യങ്ങൾ വർഷിച്ചു. കൃഷ്ണൻ്റെ അതിരറ്റ അഴകും അതിരറ്റ ചന്തം വഴിയുന്ന കാന്തിയും കണ്ട് അവർ മോഹപരവശരായി. പിന്നെയും രാമകൃഷ്ണന്മാർ ഓരോരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു രചകൻ വലിയ വസ്ത്രഭാണ്ഡക്കെട്ടുമായി അവരുടെ മുമ്പിൽ കൂടി വളരെ ധാർഷ്ട്യത്തോടെ കടന്നുപോയി. കൃഷ്ണൻ അയാളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു: ഹേ നല്ലവനായ വെളുത്തേടാ, ഞങ്ങൾ യാഗം കാണുവാനായി വന്നവരാണ്. ഞങ്ങൾ പശുപാലകന്മാരാണ്. ഉടുക്കാൻ നല്ല മുണ്ടില്ല. ഓരോ മുണ്ട് ഞങ്ങൾക്ക് തരാമോ? കോപഭാവത്തോടുകൂടി അവൻ ആക്രോശിച്ചു: എടാ കൊള്ളരുതാത്ത ബാലന്മാരെ, മരിക്കാതിരിക്കണമെങ്കിൽ വേഗം പൊയ്ക്കോളൂ. പശുക്കളെ മേച്ചു നടക്കുന്ന കാട്ടുജാതികളായ നിങ്ങൾക്ക് രാജാവിൻ്റെ വസ്ത്രമുടുക്കുവാൻ മോഹം. എന്തു ചെയ്യാം? അത് നിങ്ങളുടെ നാശത്തിനാണ്. കംസമഹാരാജാവിൻ്റെ പട്ടുവസ്ത്രങ്ങളാണ് ഈ ഭണ്ഡാരത്തിൽ. തൊട്ടുപോയാൽ പിന്നെ നിങ്ങളുടെ പൊടി പോലും കാണുകയില്ല. അമ്പമ്പോ, രാജകുമാരന്മാരുടേത് പോലെയാണല്ലോ എല്ലാവരുടെയും നടപ്പ്. ഓടടാ കള്ള പരിശകളെ. ഇങ്ങനെ പറഞ്ഞ് അയാൾ അവരെ അടിക്കുവാനായി കയ്യോങ്ങി. അപ്പോൾ കൃഷ്ണൻ മുമ്പോട്ടടുത്ത് അവൻ്റെ ശിരസിലൊന്ന് പ്രഹരിച്ചു. അതോടുകൂടി അവൻ്റെ തല പിളർന്ന് അവൻ യമലോകം പ്രാപിച്ചു. അനന്തരം അവൻ്റെ ഭാണ്ഡമഴിച്ച് അതിൽ നിന്നും നല്ല വസ്ത്രങ്ങളെടുത്ത് കൃഷ്ണൻ കൂട്ടുകാർക്ക് സമ്മാനിച്ചു. ഒരു നീല പട്ടെടുത്ത് ബലഭദ്രനും മഞ്ഞ പട്ടെടുത്ത് ഭഗവാനും ധരിച്ചു. പിന്നീട് അവർ നടക്കുമ്പോൾ കഞ്ചുകാതി വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കി കൊടുക്കുന്ന കഞ്ചൻ എന്ന ഒരു നെയ്ത്തുകാരൻ അവരെ കണ്ടു. അവർ ഏതോ ദിവ്യന്മാരായ ബാലന്മാരാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി അവൻ തൻ്റെ കൈവശത്തിലിരുന്ന ഏറ്റവും നല്ല കഞ്ചുകങ്ങളും വസ്ത്രങ്ങളും അവരുടെ മുമ്പിൽ തിരുമുൽ കാഴ്ചയായി വെച്ച് ഭക്തിപൂർവം തൊഴുത് മാറി നിന്നു. കൃഷ്ണൻ അവയെ സ്വീകരിച്ചു. അവനെ അനുഗ്രഹിച്ചയച്ചതിനു ശേഷം ആ വർണ്ണവസ്ത്രങ്ങളും കഞ്ചുകങ്ങളും എടുത്ത് ചങ്ങാതിമാർക്കായി സമ്മാനിച്ചു. ഉല്ലാസത്തോടെ നടക്കുന്നതിനിടയിൽ അവരെല്ലാവരും കൂടി ഭക്തനായ സുദാമാവിൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നു. ആ സുദാമാവിനെ കൃഷ്ണനെ സുദാമാവോ അതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ല.
എങ്കിലും അവനൊരു വലിയ കൃഷ്ണഭക്തനാണെന്ന് ഭഗവാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വസതിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നത്. ആഗതർ ആരാണെന്ന് അറിയാതെ പോലും ആ ഭക്തൻ രാമകൃഷ്ണന്മാരെ എതിരേറ്റ് സൽക്കരിച്ച് പൂജിച്ച് സൗരഭ്യമേറിയ 2 പുഷ്പമാല്യങ്ങൾ നിർമ്മിച്ച് ഒന്ന് പീതാംബരൻ്റെയും മറ്റേത് നീലാംബരൻ്റെയും കഴുത്തിൽ അണിയിച്ചു. സന്തുഷ്ടനായി ചെന്താമരാക്ഷൻ ഇപ്രകാരം അരുളി ചെയ്തു: സുദാമാവേ, ഞങ്ങൾ ആരാണെന്ന് വിചാരിച്ചാണ് ഞങ്ങളോട് ഇത്രയധികം ഭക്തിയും ഔദാര്യവും അങ്ങ് കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു: ഒന്നും ഉണ്ടായിട്ടല്ല. അമ്പാടിയിൽ അവതരിച്ച കൃഷ്ണനും രാമനും ഇവിടെ വരാനിടയുണ്ടെന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് അക്രൂരൻ ഒരാളോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ദിവ്യന്മാരായ ആ കുമാരന്മാരായിരിക്കും നിങ്ങളെന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ട് എൻ്റെ ഭക്തി പ്രകടിപ്പിച്ചു എന്ന് മാത്രം. കൃഷ്ണൻ പറഞ്ഞു: അങ്ങയുടെ ഊഹം തെറ്റിയിട്ടില്ല. ഞാൻ കൃഷ്ണനും ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠൻ രാമനുമാണ്. അങ്ങയുടെ ഭക്തി കണ്ട് ഞങ്ങൾ സന്തുഷ്ടരായി തീർന്നിരിക്കുന്നു. അങ്ങേക്കെന്തു വേണം പറയൂ, ഞാൻ സാധിച്ചു തരാം. അപ്പോൾ സുദാമാവ് തൊഴുതുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു: അടിയന് പ്രത്യേകമായി ഒന്നും വേണ്ട, അവിടുത്തെ അനുഗ്രഹം മാത്രം മതി. സർവ്വവിധ ഐശ്വര്യങ്ങളോടും കൂടിയ ഒരു ജീവിതം നയിച്ച് ഒടുവിൽ സായൂജ്യപദം പ്രാപിക്കുവാൻ ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു. വീണ്ടും യാത്ര തുടർന്നു. എല്ലാവരും കൂടി അങ്ങനെ നടക്കുമ്പോൾ സുന്ദരിയാണെങ്കിലും മുതുകിൽ കൂനുള്ള ഒരു തരുണി അത്യധികം സുഗന്ധമുള്ള കുറിക്കൂട്ടുകൾ നിറച്ച ഒരു രമണീയ രജതഭാജനവും കയ്യിൽ പിടിച്ചുകൊണ്ട് മന്ദം മന്ദം നടന്നു വരുന്നതായി കണ്ട് മംഗളമൂർത്തിയായ മധുസൂദനൻ ഇപ്രകാരം ചോദിച്ചു: ഹേ മനോഹരി, നീ ആരാണ്? നിന്റെ കയ്യിലിരിക്കുന്ന ഈ വെള്ളിപ്പാത്രത്തിലുള്ള അംഗരാഗം ആർക്കാണ്? അതിൽ നിന്നും കുറച്ചെടുത്ത് ഞങ്ങൾക്ക് തരാമോ? അപ്പോൾ അവൾ പറഞ്ഞു: ഹേ കുമാര, ഞാനൊരു സൈരന്ധ്രിയാണ്. കൂലി പിടിച്ചതുകൊണ്ട് മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിവില്ലാത്തതിനാൽ കുറിക്കൂട്ടുകൾ ഉണ്ടാക്കി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി കംസ മഹാരാജാവിന് കാഴ്ചവെക്കുന്നതാണ് എൻ്റെ ജോലി. കൂനുള്ളതിനാൽ ത്രിവക്ര എന്നാണ് എന്നെ ആളുകൾ വിളിക്കുന്നത്. കുബ്ജയെന്നും ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. സുന്ദരമൂർത്തികളായ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥിതിക്ക് ഈ അംഗരാഗം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. കംസൻ കോപിച്ചാലും എനിക്ക് വിരോധമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുബ്ജ പാത്രത്തോടുകൂടി കുറിക്കൂട്ട് ഭഗവാന്റെ കുളിർമ തുളുമ്പുന്ന കരപങ്കജത്തിലേക്ക് വെച്ചുകൊടുത്തു. അതോടുകൂടി ഭഗവാൻ ആ സുന്ദരാംഗനയുടെ അന്തരംഗത്തിലേക്കൊന്ന് തലയുയർത്തി. അവൾ അറിയാതെ തന്നെ അവളിൽ രോമാഞ്ചമുണ്ടായി. ഭഗവാൻ കൃഷ്ണൻ കുമാരൻ, ഒരു കൊച്ചുകുട്ടി, ഒരു കോമള തരുണനായി തൻ്റെ മുമ്പിൽ മന്മഥനെ പോലെ നിൽക്കുന്നതായി അവൾക്ക് തോന്നി. മുകിൽ വർണ്ണൻ ആ തരുണിയിൽ നിന്നും അംഗരാഗം വാങ്ങി കുറച്ച് അഗ്രജന് കൊടുത്തതിനു ശേഷം ബാക്കി മുഴുവനും തൻ്റെ പൂമേനിയിൽ പൂശി. ഭക്തിയോടുകൂടി അംഗരാഗം നൽകി തന്നെ പൂജിച്ച ഇവളെ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആ കൃപാനിധി മെല്ലെ ആ യുവതിയുടെ അരികത്തണഞ്ഞ് തൻ്റെ തൃപ്പാദം അവളുടെ പാദങ്ങളിൽ ചവിട്ടി ഉറപ്പിച്ച് ദക്ഷിണഹസ്തം അവളുടെ ശിരസിൻ്റെ പുറകിലും വാമഹസ്തം താടിക്കു താഴെയും ബലമായി പിടിച്ചുകൊണ്ട് അവളുടെ മുഖം മേൽപോട്ട് വലിച്ചു നിർത്തി. കൂനുള്ള ഭാഗത്ത് മറ്റേ പാദം കൊണ്ട് ഒരു തട്ടും കൊടുത്തു. അതോടുകൂടി കുബ്ജ കൂനു നിവർന്ന് അതീവ സുന്ദരിയായ ഒരു യുവതിയായി മാറി. തൻ്റെ കൂന് അവസാനിപ്പിച്ചതിലുണ്ടായ ആനന്ദാനുഭൂതിയോടുകൂടി ആ അങ്കനാമണി
സുന്ദരനായ അരവിന്ദാക്ഷന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു: നിന്തിരുവടി ആരാണെന്ന് അടിയൻ അറിഞ്ഞുകൂടാ, എങ്കിലും ദൈവരൂപിയാണെന്ന് അടിയൻ കരുതുന്നു. ഭക്തിയോ പ്രേമമോ ഭയമോ എന്തു വികാരമാണ് അടിയന്റെ ഉള്ളിൽ തുളുമ്പുന്നതെന്ന് പറയാൻ കഴിവില്ല. ആയതിനാൽ അവിടുന്ന് അടിയന്റെ ഗൃഹത്തിൽ വന്ന് അടിയനെ അനുഗ്രഹിക്കുവാൻ കരുണയുണ്ടാകണം. അടിയനെ ഒരു സൈരന്ധ്രിയായി നിന്തിരുവടി അവഗണിക്കരുത്. നിന്തിരുവടി ആരായാലും അടിയൻ ഒരു ഭക്തദാസി തന്നെയാണ്. നിലത്ത് കമഴ്ന്നു കിടക്കുന്ന ആ തരുണിയെ കൃഷ്ണൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇപ്രകാരം അരുളി ചെയ്തു: സുന്ദരി, നീ പൊയ്ക്കൊള്ളുക. ഒരു ദിവസം ഞാൻ നിന്റെ ഗൃഹത്തിൽ വരാം. ഇന്നതിനുള്ള സൗകര്യമില്ല. കുബ്ജ വീണ്ടും വീണ്ടും തന്നെ അനുഗ്രഹിച്ച ആ പുണ്യകുമാരനെ തൊഴുതു വണങ്ങി സ്വവസതിയിലേക്ക് തിരിച്ചുപോയി. അനന്തരം രാമകൃഷ്ണന്മാരും കൂട്ടുകാരും നടന്ന് യാഗശാലയുടെ മുമ്പിലെത്തി. കോമളന്മാരായ വസുദേവ പുത്രന്മാരെ കണ്ട് കാണികൾ അതിശയിച്ചു. ഈ ഗോപാലബാലന്മാർ ആരാണ്? അവർ അന്യോന്യം അന്വേഷിച്ചു. അവരുടെ ആഗമന വൃത്താന്തം അറിഞ്ഞിട്ടുള്ളവർ ആ ബാലന്മാർ ആരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചു. യാഗശാലയ്ക്കുള്ളിൽ പൂമാല്യങ്ങളാലും രത്നാഭരണ വിഭൂഷണങ്ങളാലും അലങ്കരിക്കപ്പെട്ട് ചുറ്റും പ്രഭാപൂരം ചൊരിയുന്ന പൊൻവിളക്കുകളും കൊളുത്തി നിരത്തിവെച്ച് സുഗന്ധധൂമങ്ങളും പ്രസരിപ്പിച്ച് ദിവ്യപൂജകളും അർപ്പിച്ച് ഉന്നത വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാചാപവും അവർ കണ്ടു. ചുറ്റും കാവൽക്കാർ നിൽപ്പുണ്ട്. അവരോടൊന്നും ചോദിക്കാതെ ഭഗവാൻ യജ്ഞശാലയ്ക്കുള്ളിൽ പ്രവേശിച്ച് ഇടത്തെ കൈകൊണ്ട് നിഷ്പ്രയാസം ആ വില്ലെടുത്തു പൊക്കി കുലച്ച് രണ്ടായി ഒടിച്ചു. ആന കരിമ്പിൻ തണ്ട് എന്നതുപോലെ കഴിഞ്ഞ ത്രേതായുഗത്തിൽ ഭഗവാൻ രാമചന്ദ്രനായി അവതരിച്ച് ശൈവചാപം മുറിച്ചു. അത് സ്വയംവരത്തിന് വേണ്ടിയായിരുന്നു. ഈ യുഗത്തിൽ ഭഗവാൻ വില്ലു മുറിച്ചത് ശത്രുവധത്തിന് വേണ്ടിയായിരുന്നു. വില്ലൊടിഞ്ഞ ഭയങ്കരമായ നാദം കേട്ട് പുരവാസികൾ നടുങ്ങി. മരണഭീതിയോടുകൂടി മണിമാളിക മുകളിലിരുന്ന കംസൻ ഞെട്ടിവിറച്ചു. ചാപരക്ഷികളായ ഭടന്മാർ അക്രമിയായ ബാലനെ പിടിച്ചു കെട്ടുവാനായി പാഞ്ഞെടുത്തു. കെട്ടിയാൽ മാത്രം പോരാ, അവനെ അടിച്ചു കൊല്ലണം. എന്തൊരു ധിക്കാരമാണ് അവൻ കാണിച്ചത്! ഈ വിധം പറഞ്ഞ് ആർത്തു വിളിച്ച് തൻ്റെ നേരെ വന്ന ആ ഭടന്മാരെ ഒടിഞ്ഞ വില്ലിൻ്റെ കഷ്ണം കൊണ്ട് ഭഗവാൻ അടിച്ചു കൊന്നു. എന്നിട്ട് കൃഷ്ണൻ പുറത്തു വന്നു. പിന്നെയും ഒന്നും അറിയാത്തതുപോലെ മധുരാ നഗരം കാണുവാനായി എല്ലാവരും അവിടെവിടെ ഓടി നടന്നു. ചാപഭഞ്ജനം ചെയ്തതും ചാപരക്ഷികളെ വധിച്ചതുമെല്ലാം കേട്ട് ഭോജരാജൻ ആകെ പരിഭ്രാന്തനായി. വാസരാന്തം ആഗമിച്ചപ്പോൾ വസുദേവകുമാരന്മാർ നദിയിലിറങ്ങി കൈകാലുകളും മുഖവും കഴുകി സന്ധ്യാവന്ദനവും കഴിച്ച് അതിഥി മന്ദിരത്തിൽ നിന്നും അത്താഴവുമുണ്ട് കുറേ നേരം രാജധാനിയുടെ പരിസരങ്ങളിൽ ചുറ്റി നടന്നു. കംസന്റെ ദുഷ്ടതകളെ ഓരോന്നോരോന്നായി ഓർത്ത് രാമകൃഷ്ണന്മാർക്കും വില്ലൊടിച്ചതും ചാപരക്ഷികളെ കൊന്നതും രചകനെ നിഗ്രഹിച്ചതുമെല്ലാം ഓർത്ത് കംസനും അന്ന് നിദ്രയുണ്ടായില്ല. ഹരേ കൃഷ്ണ. ഇതാണ് ഭഗവാന്റെ മധുരാഗമനം. നാളെ നമുക്ക് കംസവധം പഠിക്കാം. ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഭാഗവതം പഠിച്ചാൽ അത് പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ സത്യമായിട്ടും ഞാൻ പറയുന്നു, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന ഓരോ മനുഷ്യരും മോക്ഷത്തിലേക്ക്
ഉയർന്നിരിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും ഭഗവാനെ മറന്നുകൊണ്ട് യാതൊരു തെറ്റും ചെയ്യുകയില്ല. എപ്പോഴും നമ്മുടെ അന്തരംഗത്തിൽ ഭഗവാനെ എന്നുള്ള ചിന്ത മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. എല്ലാവരും ഭഗവാന്റെ കഥകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. കഥകൾ പറയുന്നതും പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ്. ഇത് ഭാഗവതത്തിൽ ഭഗവാൻ ഒരുപാട് അവസരങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഈ കഥകൾ കേട്ട് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ അവർക്ക് ഒന്നുകിൽ പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ ഈ വീഡിയോ അവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. അതും നമ്മുടെ ഭക്തി തന്നെയാണ്. കാരണം ഭഗവാനെ പറ്റിയുള്ള കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.